ഹലോ ഫ്രണ്ട്സ്, RJ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മുളക് പൊടി ചേർക്കാത്ത നാരങ്ങച്ചാറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ നാരങ്ങ കഴുകി നന്നായിട്ട് തുടച്ചെടുക്കുകയാണ്. എല്ലാ നാരങ്ങയും ഇതുപോലെ നമുക്ക് തുടച്ചെടുക്കാം. അല്ലെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ നാരങ്ങയിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ നാരങ്ങച്ചാറ് പെട്ടെന്ന് കേടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ കഴുകിയതിന് ശേഷം നല്ലോണം തുടച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് 8 കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് 4 കഷ്ണമാണെങ്കിൽ 4 കഷ്ണം. ഞാനിവിടെ മുറിക്കുന്നത് ഒരു നാരങ്ങ 8 പീസായിട്ടാണ്. നടുക്കത്തെ ആ വെളുത്ത തൊലിയും കുരുവും നമുക്ക് കളയാം. ആ ഭാഗത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ കയ്പുള്ളത്. എല്ലാ നാരങ്ങയും നമുക്ക് ഇതേപോലെ മുറിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത്. 5 ദിവസം ആകുമ്പോൾ തന്നെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കും. എല്ലാവരും ഈ അച്ചാറൊന്ന് ഉണ്ടാക്കി നോക്കണേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിട്ടത് നാരങ്ങ ഈന്തപ്പഴം അച്ചാറാണ്. ഇത് നമ്മൾ ഈന്തപ്പഴം മുളക് ചേർക്കാതെ കാന്താരി മുളക് മാത്രം ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഈ നാരങ്ങയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു 4 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ അച്ചാറിന് വേണ്ട സാധനങ്ങൾ: 1 കുടം വെളുത്തുള്ളി, ഒരു 15 കാന്താരി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, വേപ്പില, മഞ്ഞൾപ്പൊടി, നല്ലെണ്ണ, കായം, വിനാഗിരി. നമുക്കൊരു ചട്ടി വയ്ക്കാം. ചട്ടി ചൂടായ ശേഷം നല്ലെണ്ണ ഒഴിക്കാം. എപ്പോഴും നമ്മൾ അച്ചാറിന് എണ്ണ ഒഴിക്കുമ്പോൾ കൂടുതൽ എണ്ണ ഒഴിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ അച്ചാർ ഒരിക്കലും പെട്ടെന്ന് ചീത്തയാവില്ല. എണ്ണ കുറവാകുമ്പോഴാണ് പെട്ടെന്ന് അച്ചാറൊക്കെ കേടുവരുന്നത്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അര മുതൽ 1 ടേബിൾ സ്പൂൺ വരെ കടുക് ചേർത്ത് കൊടുക്കാം. കടുകിപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 3 വറ്റൽമുളക് ചെറുതായിട്ട് നുറുക്കിയത് ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചി ചേർക്കാം. ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഫ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പിലയും കാന്താരിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കാന്താരി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഒരു 5-6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കാന്താരി നന്നായിട്ട് പഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. നമുക്ക് ഉപ്പ് വെട്ടി വെച്ചിരിക്കുന്ന നാരങ്ങ ചേർക്കാം. നാരങ്ങ ചേർത്ത ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കൂട്ടി വെക്കണം. നന്നായിട്ട് വാടി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 ടീസ്പൂൺ വിനാഗിരി ചേർക്കാം. വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് ഇളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മുളക് പൊടി ചേർത്ത ഡേറ്റ്സ് ലെമൺ പിക്കിളിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കായം ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലത്തെ ചെറിയ ചെറിയ റെസിപ്പിയുമായി ഞാൻ എല്ലാ ദിവസവും വരുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യണേ. അങ്ങനെ നമ്മുടെ നാരങ്ങാച്ചാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയും ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇങ്ങനെ ചേർത്താൽ അച്ചാറിന് കയ്പും കുറച്ച് കുറവായിരിക്കും. തണുത്തതിന് ശേഷം നമുക്കൊരു ചില്ലുകുപ്പിയിലേക്ക് മാറ്റാം. അച്ചാർ എപ്പോഴും ചില്ലുകുപ്പിയിലാണ് സൂക്ഷിക്കേണ്ടത്. നമുക്ക് 5 ദിവസം കഴിയുമ്പോൾ ഈ അച്ചാർ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ അച്ചാറിൻ്റെ കുപ്പിയുടെ മൂടിയിൽ ഇതേപോലെ നല്ലെണ്ണ തൂവുകയാണെങ്കിൽ നമ്മുടെ അച്ചാർ ഒരിക്കലും കേടാവുകയില്ല. താങ്ക് യു.